ഗസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനായി ഈജിപ്ത് നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചു. ഈജിപ്ത്, ഖത്തർ, തുർക്കി, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ തലവന്മാരാണ് ഒപ്പുവെച്ചത്. ഇതോടെ 2 വർഷം നീണ്ട ഗസയിലെ യുദ്ധത്തിന് വിരാമമായി. ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ നടന്ന ഉച്ചകോടിയിൽ 20-ലധികം രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുത്തത്. ഗസ സമാധാന കരാറിന്റെ 2ാം ഘട്ടം സംബന്ധിച്ച ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു. ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ചർച്ച. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകളിൽ പങ്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പങ്കെടുത്തത്. അതേസമയം ഹമാസ് തടവിൽ ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ ബന്ദികളും തിരികെ എത്തി. 20 പേരെ ഹമാസ് കൈമാറി. ഇസ്രയേൽ കസ്റ്റഡിയിലായിരുന്ന 2000-ഓളം പലസ്തീനി തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.